പല്ല് തേക്കാതെ കുളിക്കാതെ വന്ന് നിന്നിട്ട് തന്നെയാണോ വീഡിയോസ് പറയുന്നത്? ഉറപ്പായിട്ടും. ഞാൻ രാവിലെ എണീച്ച് ഒന്ന് മുഖം കഴുകി ഒരു ചായ ഇട്ടു, ആ ചായയും കുടിച്ചിട്ടാണ് ന്യൂസ് പറയുന്നത്. എന്റെ എല്ലാ ഉറക്കത്തിന്റെ സകലതും നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. പല്ല് തേക്കാതെയാണ് ചായ കുടിക്കുന്നതെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനത്തെ സെഗ്മെന്റ് ഓഫ് ആൾക്കാർ ജീവിക്കുന്ന ഒരാളാണ്. അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ഉറപ്പായിട്ടും എന്തിലും ഞാൻ അഭിമാനം കൊള്ളുന്നു. എന്തുകൊണ്ടാണ് ഈ ഗാഡ്ജറ്റ്സിനോടുള്ള പാഷൻ, അതിനോടുള്ള ഇഷ്ടം, അതിന്റെ ടെക്നിക്കൽ സൈഡൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ടാണോ ആ ഏരിയ ഫോക്കസ് ചെയ്ത് തന്നെ ചെയ്യാൻ തുടങ്ങിയത്? അല്ല, ഗാഡ്ജറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ ടെക്നോളജി എന്ന് പറയുന്നത് ഇപ്പൊ പണ്ട് നമ്മളൊക്കെ റേഡിയോ എന്ന് പറയുന്ന സാധനം, റേഡിയോയൊക്കെ ഇപ്പം റേഡിയോ വരെ ഇപ്പൊ ഫോണിലുണ്ട്. അപ്പം അത്രയും എവല്യൂഷൻ നടക്കുന്ന ഒരു സംഭവമാണ് ഈ ടെക്നോളജി. അപ്പം ഞാൻ പറയാം, ആ ഒരു ഇൻട്രസ്റ്റ് പണ്ട് തൊട്ടേ ഉണ്ട്. നമ്മൾ ആ ട്രാൻസിഷൻ നല്ല രീതിയിൽ കണ്ട ജനറേഷനുമാണ്. അതായത് ഇപ്പൊ ടി വിയിൽ വന്നതാണെങ്കിലും സെൽഫോൺസിൽ വന്ന മാറ്റമാണെങ്കിലും എല്ലാ മാറ്റങ്ങളും വളരെ അപ് ക്ലോസ് ആയിട്ട് കണ്ടു വന്ന ആൾക്കാരാണ്. അപ്പം ഇനി എന്തെന്നുള്ളൊരു ചോദ്യം ഈസ് ഓൾവേസ് ദെയർ ഇൻ ടെക്. അപ്പം അത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു എന്താ പറയുക, എന്നെ ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിപ്പിച്ചത് ആ ഒരു കാര്യമാണ്. അപ്പൊ ഈ യൂട്യൂബിലേക്ക് ഫുൾ ടൈം ആയപ്പോഴത്തേക്കിനും ആരും ചോദിച്ചില്ല എന്തെങ്കിലും ജോലിക്ക് പൊക്കൂടെ? ഉറപ്പായിട്ടും എല്ലാവരും ചോദിക്കുന്നതാണ്, എന്താ ജോലി? ഞാൻ ഒരു വീഡിയോ ഇടും, താഴെ ഒരു 10 പേരും ചോദിക്കും എന്താ ജോലി. ഞാൻ പറയും, ഇതാണ് എൻ്റെ ജോലി. എല്ലാ ദിവസവും ഇങ്ങനെ വീഡിയോ ഇടുന്നത് ഒരു ജോലി തന്നെയല്ലേ. അത് ആൾക്കാർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ എവിടെയോ ഒരു മടിയാണോ, അല്ലെങ്കിൽ അവരതൊരു കൗതുകത്തിന് വേണ്ടി ചോദിക്കും, എനിക്കറിയത്തില്ല. എല്ലാവരും ചോദിക്കാറുണ്ട്. ഞാൻ ഒരു ലൈവ് ഇട്ട് അപ്പം വരും, ജോലി എന്തോന്നു ജോലി എന്തോ. ഞാൻ ഇവിടെ ഇതാണ് ജോലി. എന്നാലും എനിക്ക് ജോലിയും കൂലിയും ഇല്ല എന്ന് എന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ വേണ്ടി അവരെ ഒരു സാഡിസ്റ്റിക് സംഭവമാണ് അത്. ഇവർക്കൊക്കെ മറുപടി കൊടുക്കാറുണ്ടോ? എന്നിട്ട് ചിലർക്ക് കൊടുക്കാറ്, ഞാൻ ഇത് തന്നെയാണ് ജോലി എന്ന് പറയുന്നത്. നമ്മൾ അത്രയും പറയുന്നു, പക്ഷെ അവർക്ക് വേണ്ടത് ഇവന് ജോലി ഇല്ല എന്നുള്ളത് കേൾക്കാനുള്ളൊരു സുഖമാണ്. ആൾക്കാർക്ക് അതൊരു കൗതുകമാണ്. ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു പ്രൊഫഷൻ തന്നെയാണ്. നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ യൂട്യൂബ് ഇസ് ഡെഫിനറ്റ്ലി എ ഗുഡ് പ്ലേസ്. യു ക്യാൻ ഏൺ മണി. പിന്നെ നമുക്ക് അല്ലെങ്കിൽ ആ കിട്ടുന്ന കാശ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര പറയുന്നത് നമ്മളൊക്കെ നാട്ടുകാരൊക്കെ വിചാരം 10 ലക്ഷം 15 ലക്ഷം ഒക്കെ ഇങ്ങനെ പോക്കറ്റ് വെച്ചിട്ട് അമ്മാണിനെ മാടുകയാണ്. നമുക്കറിയാം സത്യം. അതുപോലെ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നവരൊക്കെ അറിയത്തുള്ളൂ. പക്ഷെ ഞാൻ നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകും. പിന്നെ ഇതൊക്കെ വെച്ചിട്ട് മറ്റേ കുടുംബമൊക്കെ ഉണ്ടാക്കുമെന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയാം. അതിനുള്ള ഇത് വന്നിട്ടില്ല. എക്സ്പെരിമെന്റിന്റെ ആളാണോ? അതായത് ട്രൈ ഔട്ട്, അതായത് എന്താണെങ്കിലും ട്രൈ ഔട്ട് ചെയ്തിട്ടാണോ ഈ റിവ്യൂ പറയുന്നത്, അതോ അനലൈസ് ചെയ്തിട്ട് പറയുന്ന ഒരു ഇതാണോ? രണ്ടും ഉണ്ട്. ഒരെണ്ണം സെൽഫോൺ റിവ്യൂ എന്നുള്ള രീതിയിൽ ചേർന്ന് പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് പറയാം. അല്ലാത്തത് എൻ്റെ ഒരു അനലൈസിങ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, നമ്മൾ എല്ലാ ഫോണുകളും നമ്മളെ കൊണ്ട് മേടിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്താ ബേസിക് ആയിട്ട് നമുക്കറിയാം. എൻഡ് ഓഫ് ദ ഡേ ഇപ്പൊ സോഫ്റ്റ്വെയർ നോക്കുകയാണെങ്കിലും സ്പെക്ക് നോക്കുകയാണെങ്കിലും എല്ലാം ഒരു ഫോൺ യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ 2 ഫോൺ യൂസ് ചെയ്താൽ അതിൻ്റെയൊക്കെ തന്നെ സിമിലാരിറ്റീസ് വെച്ച് കുറച്ച് എന്താ പറയുക എക്സ്പാൻഡ് ചെയ്ത് പ്രോഡക്റ്റ്സ് ഇറക്കുന്നതേ ഉള്ളൂ. ഇപ്പം ഐഫോൺ ആണെങ്കിൽ ഐഫോണിലൊന്നും സോഫ്റ്റ്വെയറിലൊക്കെ ഈ പറയുന്ന റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇപ്പം ക്യാമറ ഒരു 5% കൂട്ടിയിട്ടുണ്ട്, മറ്റേത് ഒരു 5%. ഈ 5% ഒന്നും ആൾക്കാർക്ക് മനസ്സിലാകത്ത പോലും ഇല്ല. ഇപ്പൊ 12 അല്ലെങ്കിൽ 11 എടുക്കുക, 12 എടുക്കുക, 13 എടുക്കുക. ഇതിൽ ഈ പറയുന്ന പെർഫോമൻസിന് വലിയ ചേഞ്ച് ഇല്ല. ഈ പറയുന്ന ക്യാമറയ്ക്ക് ഭയാനക ചേഞ്ച് ഒന്നുമില്ല. അപ്പൊ അതാണ് അനലൈസിങ് ഒരു പാർട്ടുണ്ട്. അത് വെച്ചിട്ട് ഞാനൊരു ഒപ്പീനിയൻ പറയും. അല്ലാത്തത് എന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അപ്പൊ എനിക്കൊരു പ്രോഡക്റ്റ് ഉണ്ട്, ഇതൊന്ന് റിവ്യൂ ചെയ്തിട്ട് ആൾക്കാർക്ക് പറയണം എന്ന് തോന്നുന്നത് യൂസ് ചെയ്തിട്ട് ചെയ്യാം. രണ്ടും ഉണ്ട്. ഒരു ചെറിയൊരു ഐഫോൺ മിനിയും ഉണ്ട്, ഒരു സാംസങ് S22 പ്ലസ്. എത്ര കുറ്റം പറഞ്ഞാലും ഐഫോൺ തന്നെ ഉപയോഗിക്കുള്ളൂ എന്നൊക്കെയുള്ള കമന്റുകൾ കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പൊ ഈ 12 പ്രോ അല്ലെ 12 മിനി, അത് ചെറിയൊരു ഫോണാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ഇപ്പം എപ്പോഴും നമുക്ക് ഈ ചക്ക പോലെ ഇരിക്കുന്ന ഫോൺ കൊണ്ട് നടക്കാൻ പറ്റില്ല. അപ്പം ഇതെന്ന് പറഞ്ഞാൽ പോക്കറ്റിൽ ഇരിക്കുന്ന പോലെ അറിയത്തില്ല. ഒന്ന് അതാണ് അതിൻ്റെ ഒരു ഗുണം. രണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ഫോണാണ് അത്. മറ്റേതെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് നേരം ഒന്ന് സമാധാനം നൽകാൻ വേണ്ടിയിട്ട് മാത്രം വെച്ചേക്കണം. അപ്പം ഇതിലാകുമ്പോൾ ഒന്നുമില്ല, എല്ലാം എൻ്റെ മറ്റേ പ്രൈവറ്റ് ഇൻസ്റ്റാഗ്രാം, അത് വളരെ ബോറിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് പ്രൈവറ്റ് വാട്സാപ്പ്, അവിടെ എൻ്റെ കുറെ ഒന്നും സംസാരിക്കാത്ത ഒരു ഗ്രൂപ്പും കുറച്ച് ഫ്രണ്ട്സും, നമ്മുടെ സാധാ ജീവിതമാണല്ലോ, അതാണ് എൻ്റെ ഐഫോൺ. എന്നാലും 2 വാട്സപ്പും ഈ ഫോണും കൊണ്ട് സമാധാനം കിട്ടും ആദ്യമായിട്ട് ഒരാളാണ് പറയുന്നത്. ഉറപ്പായിട്ട്. ഇപ്പൊ മറ്റേത് ഐഫോൺ മിനി എനിക്ക് സമാധാനമാണ്. ബിക്കോസ്
വലിയ കോളൊന്നും വരത്തില്ല. ആരും നമ്മൾ ഈ പേഴ്സണൽ കോൾ ആരും ചെയ്യാറില്ല, അതാണ് സത്യം. നമ്മളെ മറ്റേതാണ് മറ്റേ തുരാന്ന് മറ്റേ ഫോൺ വരികയും. എന്റെ ആ നമ്പർ ആണെങ്കിൽ ആരാ ഏറ്റവും അധികം അങ്ങനെ വിളിച്ച് ശല്യം ചെയ്യാറുള്ളത്? ഒരു കൗതുകത്തിന്റെ പുറത്ത് ഞാൻ ചോദിക്കുക. അതായത് ഇപ്പോ ഈ ശല്യമല്ല, ഒരു ദിവസം ഞാൻ തന്നെ ഒരു അബദ്ധം കാണിച്ചത്, എന്റെ നമ്പർ ഞാൻ ലീക്ക് ചെയ്തത്, അതോടെ തീർന്ന്. അതോടെ എല്ലാവരും വിളിയോടെ വിളിയ. അപ്പൊ ഞാനിങ്ങനെ ചിലതൊക്കെ എടുക്കും, ചിലതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവർ ഫോൺ വെക്കില്ല. ഇങ്ങനെ പറഞ്ഞോളൂ, ഞാൻ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് ഇരിക്കും. അപ്പോഴത്തേക്കും അയ്യോ. അപ്പൊ അങ്ങനെ ഇത് ശല്യമല്ല, അത് ഞാനായിട്ട് ഉണ്ടാക്കിയ ഒരു പ്രശ്നം. ആരെങ്കിലും വിളിച്ചിട്ട് ചോദിക്കാറുണ്ടോ ഈ ഫോൺ എടുക്കട്ടെ, ആ ഫോൺ എടുക്കട്ടെ? ഇൻസ്റ്റാഗ്രാം മൊത്തം അതാണ്. അല്ലാതെ വിളിച്ച് എന്റെ കൂട്ടുകാർ ചോദിക്കും, അല്ലാതെ ഇല്ല. ഇപ്പം അതാ പറഞ്ഞു, ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിന്റെ റിക്വസ്റ്റ് പേജ് എന്ന് പറഞ്ഞതാണ് 15,000 താഴെ, 30,000 താഴെ, 50,000 താഴെ, 1,00,000 താഴെ ലാപ്ടോപ്പ്, ഫോൺ, അങ്ങനെ അങ്ങ് തുടങ്ങും. എന്നിട്ട് ഇവരെയൊക്കെ സന്മനസ്സോടെ സഹായിക്കാറുണ്ടോ? ഞാൻ അതായത് ചില ദിവസങ്ങളിൽ ഞാൻ ഈ റിക്വസ്റ്റ് നോക്കാറുണ്ട്. ആ സമയത്ത് ഒരു 5 പേർക്ക് ഇങ്ങനത്തെ റിക്വസ്റ്റ് ഞാൻ അങ്ങനെ അത്ര വിൻഡോ ഓപ്പൺ ചെയ്ത് വെക്കാറുണ്ട്. ഓൾറെഡി നമ്മൾ വീഡിയോ ഇടുന്നുണ്ട്, ഇപ്പോ under 25K എന്നൊക്കെ പറഞ്ഞിടുന്നുണ്ട്. അത് കേട്ടിട്ടും അവര് പറയും ഈ ഫോണിന്റെ. അപ്പൊ എനിക്ക് മനസ്സിലാത്ത കാര്യമാണ്, ഞാൻ പറഞ്ഞു എന്റെ കാഴ്ചപ്പാടിൽ ഈ 5 ഫോണാണ് നല്ലത് എന്ന് പറഞ്ഞാലും, ചേട്ടാ മറ്റേ ഫോൺ നല്ലതല്ലേ? ഇവരുടെ ഞാൻ പറഞ്ഞു ഈ 5 ഫോണേ ഉള്ളൂ. പക്ഷെ അവർക്കത് മനസ്സിലാവും. അവർക്ക് അത് ഞാൻ ചിലപ്പോഴും ആലോചിക്കാറുണ്ട്, ഇവരിത് മേടിക്കാൻ തന്നെയാണോ അതോ ഇവരുടെ സംസാരിക്കാൻ. ഞാനിങ്ങനെ ആലോചിക്കും, ഇപ്പൊ നമ്മള് ചുമ്മാ ഇടും ഈ ഫോൺ കൊള്ളാം, അതൊരു നമുക്കിങ്ങനെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുമല്ലോ ആമസോൺ വഴിയൊക്കെ, 2 പേരൊക്കെ ആയിരിക്കും വാങ്ങിക്കുന്നത്. പക്ഷെ ചോദ്യങ്ങൾ വരുന്ന ചോദിക്കുന്നവർ ഭയങ്കര ചോദ്യമാണ്. ഞാൻ ഒരു ഫോൺ വാങ്ങിക്കുകയാണോ, കൊള്ളാമല്ലോ. ചിലപ്പോ അത് അവരുടെ വേ ഓഫ് എന്തൊരു ടാക്ടിക്സ് ആയിരിക്കും, ആവാം, എനിക്ക് അറിയത്തില്ല. പക്ഷെ ഒരുപാട് പേർക്ക് ഫോണുകളെ പറ്റി അറിയണമെന്നുണ്ട്. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ എന്റെ വിഷമം അതാ, എല്ലാവരും കടയിൽ പോയിട്ട് ചേട്ടാ 15,000 താഴെ ഫോൺ വേണം എന്ന് പറയുമ്പോൾ കടയിൽ അയാള് മറ്റേ കമ്മീഷൻ നല്ല രീതിയിൽ കിട്ടുന്ന ഏതെങ്കിലും ഒരു കമ്പനി എടുത്ത് തലയിൽ വെച്ച് കൊടുക്കും. എന്നിട്ട് അവരവിടെ നിന്ന് കരയും. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മളൊക്കെ ഇനി എത്രയൊക്കെ ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്താലും കടയിൽ പോവുക, ചേട്ടൻ്റെ അടുത്ത് ചോദിക്കുക. ഇതാണ് ഇവിടുത്തെ ഒരു സംഭവം. പിന്നെ കുറച്ച് പേരുണ്ട് നമ്മളെ കണ്ട് നമ്മളെ ഒരു ഒപ്പീനിയൻ എടുക്കുന്നത്. അവർക്ക് വേണ്ടിയാണ് ചാനൽ തുറന്ന് വെച്ചിരിക്കുന്നത്. പുച്ഛമാണ് മെയിൻ. അത് തന്നെയാണ് യൂട്യൂബിന്റെ ആ ഒരു കവറിലും പുച്ഛം. ശരിക്കും അങ്ങനെയാണോ സംസാരത്തിലും ഒക്കെ? ഏറെക്കുറെ ആണ്. എല്ലാത്തിനെയും പുച്ഛിക്കാറില്ല. ഇതാണ് ഞാൻ പറയാം, ഇപ്പൊ നമുക്ക് പുച്ഛിക്കേണ്ട അടുത്ത് പുച്ഛിക്കാം. ഇപ്പൊ നമ്മള് നല്ലൊരു സ്ഥലത്ത് നിന്നിട്ട് അത് പുച്ഛിച്ചു കഴിഞ്ഞാൽ അടി കിട്ടും. ഇപ്പൊ തന്നെ കണ്ടില്ലേ, പുച്ഛം എന്നൊക്കെ പറയുന്നത് ഇത്തിരി അടി കിട്ടുന്ന ഏർപ്പാടാണെന്ന് നമ്മളിപ്പോ ഓസ്കാറിൽ വരെ കണ്ടിരിക്കുക. ഇൻസൾട്ട് ചെയ്യുന്നത് ഒരു പരിധി നോക്കിയും കണ്ടും ചെയ്യണം. അപ്പൊ ഞാനും സെൽഫോണുകൾ ഇൻസൾട്ട് ചെയ്യാറുണ്ട്. അവർക്ക് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ അവരൊന്നും അടിയണം. അല്ല, ഈ വലിയ ബ്രാൻഡുകളൊക്കെയാണ് പുച്ഛിച്ചു വിടുന്നത്. അപ്പൊ എപ്പോഴെങ്കിലും പേടിച്ചിട്ടുണ്ടെങ്കിൽ ബ്രാൻഡുകളൊക്കെ വരും എന്തെങ്കിലും ഒക്കെ പറഞ്ഞു. ആപ്പിളിനൊക്കെ സത്യം പറഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റൊക്കെ ഒന്നുമല്ല. അവിടെ അമേരിക്കയില് കൊച്ചു കുട്ടികൾക്ക്, ഞാനൊരു വീഡിയോ കഴിഞ്ഞ വർഷം ഇട്ടാണ്, ഒരു പെങ്കൊച്ചൊരു ഒരു ലൈവ് ടെലിവിഷനിൽ ഒരു ന്യൂസ് ആങ്കർ പറയുന്ന, എനിക്ക് ഐഫോൺ വേണമെങ്കിൽ ഞാൻ അമ്മയടുത്ത് പറയുമ്പോൾ അമ്മക്ക് ഗിഫ്റ്റ് മേടിച്ചു തരും എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് അവർക്കുണ്ട്. അതുപോലെ അതാവാം യൂറോപ്പ് ആവാം, അല്ലെങ്കിൽ ഇപ്പൊ ദുബായ്, ഇപ്പൊ അറബി, ഇപ്പൊ സൗദി, ആ ഒരു കൺട്രിയിലും ഇതൊക്കെ തന്നെയാണ്. അവർക്ക് ഇറ്റ്സ് നത്തിങ്. നമുക്കാണ് ഇത് EMI എടുത്ത് കഷ്ടപ്പെട്ട് ഓരോ മാസം 5,000 രൂപ മറ്റേ ബാങ്കിൽ നിന്ന് പോകും, ദൈവമേ എന്നൊക്കെ പറഞ്ഞു നടക്കുന്നതാണ് നമ്മള്. അതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. നമുക്ക് അത്രയും 1,00,000 രൂപയുടെ ഫോൺ എന്തിനാ? അതിന്റെ ആവശ്യമില്ല. കാശുള്ള മേടിച്ചോട്ടെ, അത് നമുക്ക് അതിന് യാതൊരു പ്രശ്നവുമില്ല. അത് അവരുടെ ഇഷ്ടം, അവർക്ക് കാശ് പൊടിക്കാനുണ്ട്. പക്ഷെ ഞാൻ പറയുന്ന ഈ പാവപ്പെട്ട നമ്മളൊക്കെ IT-യിലൊക്കെ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ അവരെ കഷ്ടപ്പെട്ട് അതായത് ജീവിതം വെറുത്തുണ്ടാക്കുന്ന കാശ് 1,00,000 രൂപ എന്ന് പറയുന്ന ഒരു ഫോണിന് കൊടുക്കണോ എന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ പുട്ട് ഫോർവേഡ് ചെയ്യുന്നത്. അതാണ് ഞാൻ എപ്പോഴും പറയുന്നത്, വേർത്തല്ല. ഞാനൊരു IT-കാരിയാന്ന് മനസ്സിലായോ? ആണോ? അല്ല, എന്നെ നോക്കിയിട്ട് IT-കാരി എന്നൊക്കെ പറഞ്ഞു. അല്ല, ഞാൻ IT-കാരനാണോ ജനറൽ ഇനി അങ്ങനെ നോക്കി പറഞ്ഞതുകൊണ്ട് ചോദിച്ചതാണ്. അപ്പൊ മാട്രിന്ന് കിട്ടോ പുച്ഛം മൊത്തത്തിൽ പറഞ്ഞില്ലായിരുന്നു, റിസൾട്ടിലേക്ക് പോയായിരുന്നു. പുച്ഛം ഇസ് ഡെഫിനറ്റ്ലി ദേർ. അപ്പൊ പക്ഷെ പുച്ഛിക്കേണ്ട അടുത്ത് മാത്രമേ പുച്ഛിക്കാറുള്ളൂ. അല്ലാതെ ഞാൻ മനുഷ്യരെയൊക്കെ അങ്ങനെ പുച്ഛിക്കാറില്ല. വേണമെന്ന് വെച്ചിട്ടല്ല. ഇല്ല, ആരെ ഹേർട്ട് ഞാൻ ഇതുവരെയായിട്ട് പേഴ്സണലി ആരെയും ഹേർട്ട് ചെയ്യണമെന്ന് ചിന്തിച്ചിട്ടില്ല. ഈവൻ ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നെങ്കിൽ പോലും ഞാനത് റെക്ടിഫൈ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്.
ഞാൻ പറയും നമ്മൾ ആരെ ഇൻസൾട്ട് ചെയ്യില്ല, വിൽ മേക്ക് ജോക്സ് വിച്ച് അവർക്കത് ഒഫൻഡിങ് ആവാത്ത രീതിയിൽ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യും. അത് അപ്പം എനിക്കത് റോങ് എന്ന് തോന്നുന്നതിന് ഞാൻ 10 പേരോട്ട് ഒപ്പീനിയൻ ചോദിക്കണ്ടേ ഇതെങ്ങനെയുണ്ട്, അവര് ഓക്കെ എന്ന് പറയുന്നിടത്താണ് ഞാൻ അത്. പക്ഷെ അതിട്ട് മറ്റേ ഈ ലോലൻ സീരീസ് എന്നൊക്കെ പറഞ്ഞ് ഈ നോർത്ത് ഇന്ത്യക്കാരെയൊക്കെ കളിക്കണം, അതൊക്കെ ആ സാധനങ്ങൾ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ബിക്കോസ് നമുക്കൊരിക്കലും ഒരു റോങ് മെസ്സേജ് ആൾക്കാരിലോട്ട് എത്തിക്കാൻ താല്പര്യം. ഇപ്പൊ ഫോൺ ഞാൻ പറഞ്ഞു, ഫോൺ അവരെ ആ ഫോണിനെ ഇൻസൾട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ, ഒന്നും ചെയ്യാനില്ല. പിന്നെ ഞാൻ കാശ് കൊടുത്ത് മേടിക്കുന്ന സാധനങ്ങളാണ് റിവ്യൂ, ആർക്കൊന്നും ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ കാശ് മുടക്കിയ പ്രോഡക്റ്റ് ആണ്, സ്വന്തം ഒപ്പീനിയൻ. ഇപ്പൊ ഈ എന്തെങ്കിലും പുച്ഛിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് കമന്റ് പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ഇപ്പൊ 10 പേരുടെ ഒപ്പീനിയൻ ചോദിക്കുന്നു പറഞ്ഞില്ലേ, അവര് പറഞ്ഞതുകൊണ്ടോ എപ്പോഴെങ്കിലും ഇട്ട വീഡിയോ ടേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഇപ്പൊ അത് മറ്റേ നമ്മുടെ ഈ ഒളിമ്പിക് മെഡൽ, ഗോൾഡ് മെഡൽ കിട്ടിയ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അതിന്റെ പേര് ഞാൻ മറന്നു, ഞാൻ സോറി. പുള്ളി ജാവലിൻ ത്രോ ചെയ്താണ് ഗോൾഡ് മെഡൽ. അപ്പൊ ഞാൻ അതിനെ കുന്തം എന്ന് പറഞ്ഞു. ഈ പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഞാൻ എന്നാ വീഡിയോ ഇട്ടിട്ട് ഞാൻ പുറത്തുപോയി. അപ്പൊ ഞാൻ പിന്നെ ഫോണിലോട്ടൊന്നും ശ്രദ്ധിച്ചില്ല. വൈകുന്നേരം വരുമ്പോൾ എന്റെ ദൈവം, ഞാൻ ആന്റി നാഷണലും പല സാധനങ്ങളുമായി, ഈശ്വര. അപ്പം ഞാൻ ആദ്യം ഒരു മെസ്സേജ് കണ്ടപ്പം നീ ഇങ്ങനെ പറഞ്ഞത് മോശം, അപ്പം ഞാൻ അടുത്ത് പറഞ്ഞു നീ കാണണ്ടേന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് താഴെ പോകുമ്പോൾ ഇവരൊക്കെ എന്നെ അങ്ങനെ ആന്റി നാഷണൽ ആകുക. അപ്പൊ ഞാൻ വെച്ച് ഇത് വെച്ചിട്ട് എനിക്കൊന്നുമില്ല, നാളെ 10 എണ്ണം വേറെ കിട്ടും. ഞാൻ അപ്പൊ ഡിലീറ്റ് ചെയ്തതും ഒരു പടയങ്ങ് വന്ന് എനിക്ക് വീഡിയോയെ ഏറി കയറ്റലായി. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ അത് ആരും പറയാതെ തന്നെ അന്ന് അത്രയും ആൾക്കാർ അത് പറഞ്ഞുകൊണ്ട് ഞാൻ അത് വേണ്ടാന്ന് വെച്ചാൽ, അങ്ങനെ വേണ്ടാന്ന് വെക്കുന്ന പല സാധനങ്ങളും ഉണ്ട്. ബിക്കോസ് നമുക്ക് ഞാൻ പറയില്ല, അത് പോയി ഒരു കോണ്ടന്റ് പോയാൽ 10 കോണ്ടന്റ് നമുക്ക് വേറെ തലേന്ന് ഉണ്ടാകാം, ഇറ്റ്സ് നത്തിങ്. പക്ഷെ അതേപോലെ നമുക്ക് അത്രേ ഉള്ളൂ, ആൾക്കാർക്ക് ഒരു റോങ് മെസ്സേജ് പറഞ്ഞത് തെറ്റാണെന്ന് തോന്നിയായിരുന്നോ? അല്ല, എനിക്ക് തോന്നിയില്ല. എന്താ ഈ ജാവലിന്റെ മലയാളം എന്താ? ഞാൻ നോക്കിയപ്പോ ഞാൻ റിസർച്ച് ചെയ്തപ്പോ പോലും കനം കുറഞ്ഞ കുന്തം എന്നാണ് അതിന്റെ പേര്. അതല്ല അതിന് വേറെ വല്ല ശിവശങ്കരനോ തങ്കപ്പനോ ഒക്കെ പേരുണ്ടെങ്കിൽ, അല്ലെ പറഞ്ഞു തരാം, ഞാൻ കാര്യമായിട്ടും ചോദിക്കാം, അങ്ങനെ ഒരു പേരുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞത് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. ബിക്കോസ് എൻ്റെ അറിവിൽ ജാവലിൻ എന്ന് പറഞ്ഞ കനം കുറഞ്ഞ കുന്തം എന്നാണ് ആൾക്കാർ മലയാളത്തിൽ പറയുന്നത്. ഇതിനെയാണ് ഇതുപോലെ ഒമ്പും പാലൊക്കെ വെച്ച്. പക്ഷെ ഞാൻ പറയാം, അത് ഞാൻ ഇപ്പൊ പറഞ്ഞ ടോണ് അതാണ്, അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നത്. നമുക്ക് ആ തലവേദന വേണ്ട. നമുക്ക് ഞാൻ ആൾക്കാരെ ചിരിപ്പിക്കുക എന്നുള്ള, അല്ലാതെ ആൾക്കാരെ വെറുപ്പിക്കുക എന്നുള്ള പരിപാടി എടുക്കാറില്ല. ചിലവർക്ക് എന്തായാലും നമുക്കിപ്പോ നമ്മളെല്ലാം ചെയ്യുന്നത് പെർഫെക്റ്റ് അല്ല. കുറെ പേർക്ക് ഞാൻ ക്രിഞ്ചാ, എനിക്ക് കുറെ ക്രിഞ്ചുണ്ട്. അപ്പൊ എല്ലാവർക്കും അതുണ്ട്. പക്ഷെ കുറച്ച് പേർക്ക് നമ്മളെ ഇഷ്ടമാണ്, അവർക്ക് വേണ്ടിയാണ് സാധനം ചെയ്യുന്നത്. യൂട്യൂബേഴ്സിന്റെ വീഡിയോസ് കണ്ട് നമ്മൾ പല സാധനങ്ങളും വാങ്ങാറുണ്ടല്ലേ? അങ്ങനെ പോസിറ്റീവ് റിവ്യൂസ് പറയുന്ന ആൾക്കാരും നെഗറ്റീവ് റിവ്യൂസ് പറയുന്നവരും നിരവധി പേരാണ് ഉള്ളത്. യൂട്യൂബ് കണ്ട് നമ്മൾ പല സാധനങ്ങളും വാങ്ങാറുണ്ട്. ഇപ്പോൾ തന്നെ എന്തെങ്കിലും ഒരു ടെക്നോളജി ബേസ് ചെയ്തൊരു സാധനം വാങ്ങണമെങ്കിൽ നമ്മൾ ആദ്യം യൂട്യൂബാണ് സെർച്ച് ചെയ്യുക. യൂട്യൂബിൽ നോക്കിയാണ് അതിൻ്റെ പ്രോഡക്റ്റിനെ പറ്റി വിലയിരുത്തി ഓരോ സാധനങ്ങളും വാങ്ങുന്നത്. അപ്പോൾ ഈ യൂട്യൂബേഴ്സ് ഈ സാധനങ്ങളെല്ലാം വാങ്ങാറുണ്ടോ? നമുക്ക് അവരെ കാണിച്ചു തരുന്ന അല്ലെങ്കിൽ അവരെ റിവ്യൂ പറയുന്നത് എല്ലാ ഐറ്റംസും ഇവർ വാങ്ങുന്നതാണോ എന്ന് നമുക്കറിയില്ല. അങ്ങനെ യൂട്യൂബിൽ റിവ്യൂ പറഞ്ഞ, അതും കൂടുതലും IT ടെക്നോളജി ടൈപ്പ് റിവ്യൂ പറഞ്ഞ് നമുക്കെല്ലാം ഫെമിലിയർ ആയ ആളാണ് കോൾമി ഷെസാം. ഷെസാമിന്റെ വീഡിയോസ് ശരിക്കും പറഞ്ഞാൽ മില്യൺസ് ആണ് കാണുന്നത്. 21 ലക്ഷം, അതായത് 2 മില്യണിലധികം ഫോളോവേഴ്സ് ആണ് അദ്ദേഹത്തിന് ഉള്ളത്. ടെക് യൂട്യൂബറായിട്ടാണ് ഷെസാം അറിയപ്പെടുന്നത്. തനിക്കെതിരെ പല കാര്യങ്ങളും, തനിക്കെതിരെ ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയൊക്കെ വന്നപ്പോഴും തുറന്നു പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയ ആളാണ് ഷെസാം. ഷെസാമിന്റെ ഇന്റർവ്യൂ ആണ് ഇപ്പോൾ വൈറലാകുന്നത്. ഒരു യൂട്യൂബർ എന്ന നിലയ്ക്ക് താൻ എങ്ങനെയാണ് ഇതിൽ മുന്നോട്ട് വന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഷെസാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.